വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ GRENARO S13 Proയുടെ ഒരു റിവ്യൂ വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് ഇതിൽ എന്തൊക്കെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. നമ്മളിത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. 2250 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത്. ഇനി നമുക്കിതിൽ എന്തൊക്കെയൊക്കെയാണെന്ന് നോക്കാം. ഇതിലൊരു റിസീവറും 2 മൈക്കുമാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബോക്സിൽ ഇതേമാതിരി ചാർജ് എത്രയാണ്, എത്ര % ചാർജ് ഉണ്ടെന്നൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ 3 അഡാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇതുപോലെ നമുക്ക് റിസീവറിൻ്റെ മുകളിൽ കണക്ട് ചെയ്തിട്ട് ഒരു ഹെഡ്സെറ്റ് കുത്തിയിട്ട് നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്തത് എങ്ങനെയുണ്ട്, ക്ലാരിറ്റി ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കാം. പിന്നെ ക്യാമറയായിട്ട് കണക്ട് ചെയ്യാനും അഡാപ്റ്റേഴ്സാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഐഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന അഡാപ്റ്റർ വരുന്നുണ്ട്. ബിക്കോസ് ഈ റിസീവർ വരുന്നത് ടൈപ്പ് സി ആണ്. അപ്പോൾ നമുക്ക് ഐഫോണായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ 2 മൈക്കും ഒരേ സമയം ചാർജ് ചെയ്യാനുള്ള കേബിളും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വാറണ്ടി ഡീറ്റെയിൽസ് ഒക്കെയുള്ള വാറണ്ടി കാർഡാണ് വരുന്നത്. പിന്നെ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. മൈക്ക് ചാർജ് ചെയ്യുന്നത് മാത്രമല്ല, ഇനി ഇതിൻ്റെ ചാർജിങ് കേസും നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു സ്പോട്ടിലാണ് ചാർജ് ചെയ്യുക. ഇതൊരു ടൈപ്പ് സി ആണ് വരുന്നത്. പിന്നെ നമുക്കിതെങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. റിസീവറിൻ്റെ മുകളിൽ ഞാൻ ഐഫോണിൻ്റെ അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഐപാഡിലാണ് കണക്ട് ചെയ്യുന്നത്. ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ റെഡ് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ മൈക്കുമായിട്ട് റിസീവർ കണക്ട് ആവാത്തത് കൊണ്ടാണ്. വൺസ് മൈക്ക് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ ബ്ലിങ്ക് ചെയ്യാതെ കത്തും. ഇതിപ്പോൾ സ്ക്രീൻ ഓഫ് ആയതുകൊണ്ടാണ് അതിൽ ലൈറ്റ് പോയത്. മൈക്കിലെ ഗ്രീൻ ലൈറ്റും ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സെയിം റീസൺ കൊണ്ടാണ്. റിസീവറായിട്ട് മൈക്ക് കണക്ട് ആവാത്തത് കൊണ്ടാണ്. നേരത്തെ കാണിച്ച അഡാപ്റ്റർ ഇതുപോലെ റിസീവറിൻ്റെ മുകളിൽ കണക്ട് ചെയ്ത് നമുക്ക് ഒരു ഇയർഫോൺ കണക്ട് ചെയ്തിട്ട് ഇടയ്ക്ക് വോയിസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിൽ കണക്ട് ചെയ്തു, ഫോണുമായിട്ട് കണക്ട് ചെയ്തു. ഇപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മൈക്ക് യൂസ് ചെയ്തിട്ടാണ്. ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ ക്വാളിറ്റി എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ടുമാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് കാണുന്ന ഐക്കൺ എന്ന് പറയുന്നത് ഇത് പെയർഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് റിസീവറും ട്രാൻസ്മിറ്ററും തമ്മിൽ പെയർഡ് ആയിട്ടിരിക്കുമ്പോൾ കാണുന്നതാണ്. ഇത് പെയർഡ് അല്ലെങ്കിൽ ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ട്രാൻസ്മിറ്ററിൻ്റെ മുകളിലൊരു റെഡ് ലൈറ്റും ഉണ്ട്. അത് രണ്ടും ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പെയർഡ് അല്ലെങ്കിൽ, പെയർഡ് ആയിട്ടുണ്ടെങ്കിൽ രണ്ടും ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും, ബ്ലിങ്ക് ആവില്ല. സെക്കൻഡ് വൺ കാണിക്കുന്നത് ഒരു എക്കോ എഫക്റ്റ് വരുന്ന പോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിപ്പോൾ ഓൺ അല്ല, അതുകൊണ്ടാണ് അത് ഗ്രീൻ കളർ കാണിക്കാത്തത്. തേർഡ് വൺ വരുന്നത് ഇതിൻ്റെ ബാറ്ററി എത്രയാണെന്നുള്ളത് കാണിക്കുന്നതാണ്. ഇതിപ്പോൾ ഫുൾ ചാർജ് ആണ്, അതുകൊണ്ടാണ് ഗ്രീൻ കളറിൽ കാണിക്കുന്നത്. ചാർജ് കുറയുന്നതിനനുസരിച്ച് ഒരു യെല്ലോയിഷ് ഒക്കെ ആയി മാറും. ലാസ്റ്റ് വൺ വരുന്നത് ഇത് മ്യൂട്ട് ആവുകയാണെങ്കിൽ ഉള്ള ഐക്കണാണ്. മ്യൂട്ട് ആവുകയാണെങ്കിൽ ഈ കാണുന്ന ലാസ്റ്റ് ഐക്കൺ ഗ്രീൻ കളറിലായിരിക്കും. ഇനി ഇതൊക്കെ എങ്ങനെയാണ് ആക്റ്റീവ് ആക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ചാർജർ കണക്ട് ചെയ്യാനുള്ള സ്പേസ്, പിന്നെ ക്ലിപ്പ്, നമുക്ക് ഡ്രസ്സിൻ്റെ മുകളിൽ ജസ്റ്റ് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോലെ ഒരു ക്ലിപ്പാണ് വരുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഇതിൽ ഒരു 3rd ലെവൽ നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ഒറ്റ പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1st ലെവൽ ഓഫ് നോയ്സ് ക്യാൻസലേഷൻ ആക്റ്റീവ് ആയിട്ടുണ്ടാവും. ഇതിലിപ്പോൾ വരുന്ന വോയിസ് ഒരു നോയ്സ് ക്യാൻസലേഷൻ്റെ 1st ലെവൽ ക്രോസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിന് മുമ്പേ ഉള്ളത് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കുന്നതിന് മുമ്പേ ഉള്ളതാണ്. ഇനി നമ്മളിത് ഒരു പ്രാവശ്യം കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ 2nd ലെവൽ ഓഫ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആവും. ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള നോയ്സ് ക്യാൻസലേഷൻ ആയിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത്. ചെറിയ ചെറിയ നോയ്സൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്ത് പോകും. ഇനി ഒരു പ്രാവശ്യം കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 3rd ലെവൽ ഓഫ് നോയ്സ് ക്യാൻസലേഷനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. മൊത്തമായിട്ട് നോയ്സ് ക്യാൻസലേഷൻ ഒഴിവാക്കുന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഓൾറെഡി ഉള്ളതിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് ഉണ്ടായിരിക്കുക. പിന്നെ നമുക്കിത് മ്യൂട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് 2 ടൈംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മ്യൂട്ട് ആവുകയും ചെയ്യും. പിന്നെയും 2 ടൈംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂട്ട് ഒഴിവാവുകയും ചെയ്യും. ആ മ്യൂട്ടായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞതൊന്നും കേട്ടിട്ടുണ്ടാവില്ല. മ്യൂട്ട് ഒഴിവാക്കിയതിന് ശേഷമായിരിക്കും
കേട്ടിട്ടുണ്ടാവുക. അത് ഗ്രീൻ കളർ വന്ന സമയത്ത് മ്യൂട്ടായി എന്നുള്ളത് മനസ്സിലാവും. പിന്നെ കാണുന്നത് എക്കോ എഫക്റ്റ് വരുന്ന സംഭവമാണ്. അതിന് നമ്മൾ 1 2 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓണായി. ഇനിയിപ്പോൾ ഞാൻ സംസാരിക്കുന്നതൊക്കെ കുറച്ചൊരു എക്കോ എഫക്റ്റ് പോലെ ആയിരിക്കും കേൾക്കാൻ പറ്റുന്നുണ്ടാവുക. അതും ഇതേമാതിരി 3 ടൈംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ ആവും. ഇനി നമുക്കിത് ഓഫാക്കാനാണെന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ ഇത് ഓഫാവും. ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് വരുന്നത് 30 മീറ്ററാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് അത്രയും ഡിസ്റ്റൻസിൽ നമുക്ക് വോയിസ് ക്ലാരിറ്റിയോട് കൂടി റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റും. 2250 രൂപയ്ക്ക് ഇതൊരു ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത്രയും ഫീച്ചേഴ്സോട് കൂടിയിട്ട് ഈ ഒരു പ്രൈസിന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ഹെൽപ്ഫുള്ളാണ്. ഒരു ബിഗിനേഴ്സിന് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മൈക്ക് തന്നെയാണിത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.